ഷോൺ ജോർജ് BJP ഇന്നലെ താമരശ്ശേരി ബിഷപ്പ് ഹൗസിൽ നിന്ന് കേരളത്തിലെ സ്നേഹ സന്ദേശ യാത്ര ആരംഭിച്ച അതേ ദിവസം തന്നെയാണ് കേരളം ഈ ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന വലിയ ആക്രമണം കൂടി ചർച്ച ചെയ്തത്. രണ്ടിടത്ത് പാലക്കാട്, ഒറ്റ താലൂക്കിൽ, ചിറ്റൂർ താലൂക്കിൽ രണ്ടിടത്ത് ക്രിസ്മസ് ആഘോഷത്തിന് തടസ്സം വന്നു. അതിൽ തന്നെ വിശ്വഹിന്ദു പരിഷത്തിന്റെ ജില്ലാ നേതാക്കൾ, ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് അറസ്റ്റിലായി റിമാൻഡിലായിട്ടുള്ളതും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തോട് ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമാണ് എന്നെങ്ങനെ BJP പറഞ്ഞ് ബോധ്യപ്പെടുത്തും? ആദ്യമായി തന്നെ പറയട്ടെ, ഏവർക്കും ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഞാൻ പാലാ രൂപതക്കാരനായ ആനാമ്പള്ളം തലയിൽ വീണ നല്ലൊരു സത്യക്രിസ്ത്യാനിയാണ്. അതിന് ആർക്കും ആക്ഷേപമില്ലാന്ന് വിശ്വസിക്കുന്നു. അവിടെ നടന്നിട്ടുള്ള ഏതെങ്കിലും കാര്യത്തെ, അവിടെ നടന്നിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം ഇതിനു മുമ്പ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ സംഭവവികാസങ്ങളെ ഒന്നും BJP ന്യായീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, BJP അതിനെ തള്ളിക്കളയുമെന്ന് മാത്രമല്ല, ശക്തമായ നടപടിയും കേന്ദ്രമന്ത്രി ഉൾപ്പെടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ശക്തമായ നടപടിയും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ക്ഷമിക്കണം. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ പാലായിൽ ബിഷപ്പിൻ്റെ വീട്ടിലേക്ക്, പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഒരു അക്രമ സമരം നടക്കുകയും ആ ബിഷപ്പിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരെ, പാലാ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരെ പ്രകടനം, ഒരു പ്രമുഖ തീവ്രവാദ സംഘടന പാലായിലേക്ക് പ്രകടനം നടത്തുകയും ചെയ്തപ്പോൾ ഈ പറഞ്ഞ പ്രതിഷേധക്കാരെ ഒന്നും ഞാൻ കണ്ടില്ല. ഇനി പോട്ടെ, നാളെ ക്രിസ്മസ് ദിനമാണ്. ഏതൊരു ക്രൈസ്തവനെ സംബന്ധിച്ചും, ക്രൈസ്തവനല്ല അതിനപ്പുറത്തേക്ക് ലോക ജനതയ്ക്ക് നാളെ ഏറെ ആഘോഷങ്ങളുടെ ഒരു ദിവസമാണ്. പക്ഷേ മുനമ്പം എന്ന് പറയുന്നൊരു നാടുണ്ട് ഈ എറണാകുളത്തിന് തൊട്ടടുത്ത്. ഈ പറയുന്ന വ്യക്തിയുടെ അവിടെ നിന്നൊരു 30-40 കിലോമീറ്റർ ഉള്ളൂ. അവിടെ ഒന്ന് പോകണം. നാളെ അവിടെ പട്ടിണി സമരം നടക്കുകയാണ്. അവിടെയൊന്നും ഇവർക്ക് ഈ മതേതരത്വം ഒന്നും എവിടെയും ഇല്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭവത്തെ 100% BJP. ഇന്ന് ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് 11 മാസമായിരുന്നു. 11 മാസമാണ് ഞാൻ BJPയിലുള്ളത്. ഞാൻ എൻ്റെ വിശ്വാസങ്ങൾക്ക്, ഞാൻ മനസ്സിൽ തൊട്ടുകൊണ്ട് പറയട്ടെ, എൻ്റെ വിശ്വാസങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും എൻ്റെ വിശ്വാസങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് BJP. അതിലുപരി ഷിഷോൺ, താങ്കളുടെ വ്യക്തിപരമായ അനുഭവം, താങ്കളുടെ വ്യക്തിപരമായ അനുഭവത്തെ ഞാൻ റദ്ദാക്കി കാണുന്നില്ല. പക്ഷേ നോക്കൂ, ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച രണ്ട് വിഷയങ്ങൾ എടുക്കൂ. ഇപ്പോൾ പാലാ ബിഷപ്പ് അവിടെ നിന്ന് ഒരു പ്രസ്താവന നടത്തി, നർക്കോട്ടിക് ജിഹാദ് എന്ന ഒരു പരാമർശം നടത്തി. മുസ്ലിം മതവിഭാഗത്തിൽ സാമാന്യം വലിയ തോതിലുള്ള വിഷമം അക്കാര്യത്തിൽ ഉണ്ടായി. ഒരു സംഘടന അവിടേക്ക് ബിഷപ്പ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. അതിനുശേഷം നോക്കൂ, രാഷ്ട്രീയ നേതാക്കൾ, കേരളത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രി VN വാസവൻ ബിഷപ്പിനെ തൊട്ടടുത്ത ദിവസം സന്ദർശിച്ചതാണ്. കോൺഗ്രസിന്റെ നേതാക്കളും പോയിട്ടുണ്ട്. അതുകൊണ്ട് ആരും പോയിട്ടില്ല, ആരും ഐക്യദാർഢ്യപ്പെട്ടില്ല, എല്ലാവരും ഈ സമരത്തിനൊപ്പമായിരുന്നു എന്ന് പറയരുത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, സർക്കാർ സതീശൻ പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ ന്യായീകരിക്കരുത്. അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. ആ വിഷയത്തിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ വെറുതെ തെറ്റാണ്. നിയമ നടപടി മുനമ്പം വിഷയത്തിൽ സ്വാഭാവികമായും കേരളത്തിൽ 153A അനുസരിച്ചുള്ള കേസ് വെള്ളാപ്പള്ളി നടേശൻ എടുത്തിട്ടില്ലേ? അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ കേസ് എടുത്തിട്ടില്ല, എടുക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തേത് മുനമ്പം വിഷയത്തിൽ CBCIയുടെ പരിപാടിക്ക് ഔദ്യോഗിക അതൊക്കെ ആയിക്കോട്ടെ, സ്വാഭാവികം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുനമ്പം വിഷയത്തിൽ അവിടെ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കുകയും രാമേന്ദ്രൻ നായർ ജനുവരി മാസം 4-ാം തീയതി അവിടെ പോയി കാര്യങ്ങൾ തെളിവെടുക്കാൻ ഇരിക്കുകയൊക്കെ ചെയ്യാണെന്ന് പറഞ്ഞാൽ മുനമ്പം വിഷയത്തിലും താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. അന്തിമ പരിഹാരം 2-3 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കൺഫ്യൂഷനും അടിസ്ഥാനമില്ലാതിരിക്കെ ഈ രണ്ട് വിഷയങ്ങളും ഈ സമയത്ത് അപ്രസക്തമാണ്. ക്രിസ്മസിന് തലേന്ന് പ്രസക്തമായിട്ടുള്ളത് നമ്മുടെ നാട്ടിലും, നേരത്തെ ഷൈജു ആന്റണി പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ ഉണ്ടാവുന്നത് പോലെ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ക്രിസ്മസിന് തലേന്ന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏകപക്ഷ നിങ്ങൾക്ക് എന്താണ് മുനമ്പം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ മേലാത്തത്? ഒരു സഹിക്കാൻ മേലായികയില്ല. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിൽ നിങ്ങൾക്ക് എന്തോ സഹിക്കാൻ മേലായികയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞില്ലേ ഒരു മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിൽ എന്തോ സഹിക്കാൻ മേലായ്മ നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാതെ മുനമ്പം കേൾക്കുമ്പോൾ നമുക്ക് ആർക്കും സഹിക്കാൻ മേലായികയില്ല. 1 മിനിറ്റ് സമയം തരൂ. പറഞ്ഞോളൂ. 1 മിനിറ്റ് സമയം തരൂ. മുനമ്പം നിങ്ങൾ പറഞ്ഞു ഒരു CN രാമേന്ദ്രൻ കമ്മീഷനെ വെച്ചിരിക്കുന്നു. 4-ാം തീയതി കമ്മീഷൻ തെളിവെടുക്കാൻ ചെല്ലുന്നു. ആ കമ്മീഷൻ പറയുകയാണ് ഇത് മുനമ്പം വഖഫ് ഭൂമിയല്ല, എന്ന് പറഞ്ഞിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. സർക്കാരും പറയുന്നു മുനമ്പം വഖഫ് ഭൂമിയല്ല. ഇപ്പോൾ അവിടെ പരാതിക്കാരായിട്ടുള്ള
വഖഫ് സംരക്ഷണ സമിതിയിൽ നിന്നും ഒരാൾ വെള്ള പേപ്പറിൽ പരാതി കൊടുത്താൽ ഒരു സെൻട്രൽ ആക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 256 അനുസരിച്ച് ഒരു സെൻട്രൽ ആക്ടിന് മുകളിൽ ഒരു കാരണവശാലും സംസ്ഥാനം നിയമിക്കുന്ന ഒരു കമ്മീഷന് അധികാരപരിധിയില്ല. അതുകൊണ്ട് തന്നെ ആ വഖഫ് ഭേദഗതി വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ മുഴുവൻ പേരും പറഞ്ഞു കമ്മീഷൻ പരിഹരിക്കുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു കാരണവശാലും ആ പാവപ്പെട്ടവർ കണ്ണിൽ പൊടിയിടിയിലല്ല എന്നല്ലാതെ ഒരു കമ്മീഷനെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ പാലാ ബിഷപ്പിന്റെ കഴിഞ്ഞപ്പോൾ വന്ന് കണ്ടു. അതൊക്കെ ശരിയാണ്. സെൻട്രൽ ആക്ട് വഖഫ് ആക്ട് ഭേദഗതി ചെയ്യുന്നത് ഇപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ JPC-യുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതിലിപ്പോ പിണറായി വിജയനോ VD സതീശനോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പറ്റില്ലല്ലോ. അപ്പൊ ഇതാ പിന്നെ ആ പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളല്ലേ പറഞ്ഞേ, നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ കമ്മീഷനെ വെച്ച് വെച്ചിട്ടുണ്ട്. കമ്മീഷണർ റെക്കമെൻഡേഷൻ ഇതുപോലെ ഒരു കമ്മീഷണർ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് മുനമ്പത്തെ ഭൂമി വഖഫ് രജിസ്റ്ററിൽ വന്നത്. വഖഫ് രജിസ്റ്ററിൽ നിന്ന് ആ ഭൂമി അവിടെ നീക്കം ചെയ്താൽ റവന്യൂ അവകാശം പട്ടിണി കിടക്കുക. അവിടെ നിങ്ങളാരും ഇല്ലായിരുന്നു. ബാക്കിയുള്ള ആളുകളുടെ കിട്ടണമെന്നുള്ളതല്ലേ ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത് ആ കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചാൽ അതിനുശേഷം വഖഫ് രജിസ്റ്ററിൽ നിന്ന് മുനമ്പത്തെ ഭൂമി മാറ്റിയാൽ മുനമ്പത്തെ ജനതയ്ക്ക് വഖഫ് ഭൂമി എന്നുള്ള നിലയിൽ ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന റവന്യൂ അവകാശം കിട്ടും. അതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരമാകും. പിന്നെ വഖഫ് ആക്ട് സെൻട്രൽ ആക്ട് ആണ്, അത് ഭേദഗതി ചെയ്യേണ്ടത് കേരളമല്ല കേന്ദ്രമാണ്. അതിപ്പോ JPC-യുടെ കീഴിലുമാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള വസ്തുതാപരമായി നിലനിൽക്കില്ല. സതീശൻ പറയുന്ന വർത്തമാനം നിങ്ങൾ പറയരുത്. VD സതീശന് വക്താവായിട്ട് നിങ്ങൾ സംസാരിക്കരുത്. ഭേദഗതി ചെയ്യേണ്ടത് സെൻട്രൽ ആക്ട് ഭേദഗതി ചെയ്യാനായി പാർലമെന്റിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ഇതൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓൺഗോയിങ് പ്രോസസ് അനുസരിക്കാൻ ബാധ്യതയില്ല. ഇതിപ്പോ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതെന്താ സമീപനം വെച്ചാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ഓൺഗോയിങ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, പ്രക്രിയയാണ്. അതിപ്പോ നിയമ ഭേദഗതി ആവട്ടെ, ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടിക്രമങ്ങളാവട്ടെ, ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട, അതിന്റെ കാര്യമില്ല. അങ്ങനെ പറയൂ. അല്ല, ആ വിഷയം ഇവിടെ പറയണം. അവിടെ ഈ ഒരു വശത്ത് മാത്രമല്ല പറയേണ്ടത്. അവിടെ മുസ്ലിം ലീഗ് എടുത്ത നിലപാട് ഇത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാടിനെ തള്ളി പറയാൻ കോൺഗ്രസ് തയ്യാറായോ? ഇവിടുത്തെ വിഷയം ഇപ്പോ അതൊന്നും തയ്യാറായോ? അതെന്താ വിഷയം? അവിടെ മാത്രം എന്താ പ്രശ്നം? വന്നു ആ പ്രമേയത്തിൽ ഇവരൊന്നാണ്. ഇവിടെ സംസാരം ഒന്നാണ്. ഇല്ലാതാവില്ല. ഇന്ത്യയിൽ ക്രൈസ്തവർ നേരിടുന്ന ആക്രമണവും ഇല്ലാതാവില്ല. അത് രണ്ട് കാര്യമായി കാണണം.